അതുപോലെ പിന്നെ ജാനുവാർ പൈ ഇതാണ് ഉദ്ഹിയത്ത് അർപ്പണമായ സാധ്യമാവുന്നെങ്കിൽ ആട് എല്ലാവർക്കും അർക്കവും സാധ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഉദ്ഹിയത്ത് മൃഗം അത് ആണാവാനാണ് നല്ലത്. ഉദ്ഹിയത്ത് മൃഗം ഏത് ആണാട് പെണ്ണാട് നോക്കുമ്പോൾ ആണാടാണ് നല്ലത്. പിന്നെ പെണ്ണ് കിട്ടിന് ഏത് വർക്ക പെണ്ണ് വർക്ക തൊന്തര എന്തുമില്ല നല്ലതെന്ന് ചൊന്ന്. അതുപോലെ സഹോദരന്മാരെ നല്ല ബെൽത്ത് ആടാണ് നല്ലത്. ബെൽത്ത് ആട് കിട്ടുന്നുണ്ടായി, അതായത് ഉദ്ഹിയത്തിന് എത്ര കണ്ട് നല്ലതാക്കോ അവിടെ നമുക്ക് മുന്തിയതാക്കോ അത് ലോസ് ആവില്ല. അതാണ് നല്ലത്. കറുപ്പ് അവസാനത്തെ സ്ഥാനമാണ്. ആടിൽ ഒരാൾക്കേ കൂടുകയാവിടെ, രണ്ടാൾക്ക് കൂടുകയാവില്ലേ. അതുപോലെ ആടിൽ ഉദ്ഹിയത്ത് മാത്രം. ചില ആൾമാർ കുറെ ആൾമാർ ക്വസ്റ്റ്യൻ കേട്ടാർ, ഉദ്ഹിയത്തും ഹഖീഖത്തും രണ്ടൊട്ടിയാക്കോ അവിടെ ഒരു ടൈമല്ലേ കിട്ടിയ ചാൻസ്. ഉദ്ഹിയത്ത് ഏതായാലും ഞാൻ അറക്കട ഹഖീഖത്തിലേക്ക് കൂട്ടുകയാവിടെ, അത് രണ്ട് കൂട്ടുകയാവില്ലേ. ആടിൽ ഒന്നേ അവിടെ ഉദ്ഹിയത്തായെങ്കിൽ ഉദ്ഹിയത്ത്, ഹഖീഖത്തായെങ്കിൽ ഹഖീഖത്ത്. അതേ സമയത്ത് പയ്യ അറക്കുക അവിടെ ഉണ്ടായെങ്കിൽ അതിൽ 7 ഓതി കൂടുകയാവുള്ളൂ. അതിൽ ഓർത്ത് ഹഖീഖത്ത് കുടിത്ത്, ഓർത്ത ഉദ്ഹിയത്ത് കുടിത്ത്, വേർത്ത ഹഖീഖത്ത് കുടിത്ത് തൊന്തരെന്തുമില്ല. അങ്ങനെ ഒരു പയ്യ ഇറക്കുമ്പോൾ 7 ഓതി 7 ആൾമാരെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. സൂക്ഷ്മമായ രൂപമാണ് ഞാൻ ചൊല്ലും. ഓണ്ട് നന്റെ ഓതി ഞാൻ ഫുള്ളെടുത്തോളാം. എന്നിട്ട് നന്റെ ഓതി പാവപ്പെട്ട ആൾമാർ സുന്നത്തായ ഉദ്ഹിയത്തിൽ നിന്ന് ഒരു കുറച്ചെങ്കിലും പാവത്ത ആൾമാർ കൊടുക്കുക കട്ടായം. ബാക്കിയുള്ളത് പണക്കാർക്കല്ലാത്തല്ല കൊടുക്കുക. അതേ സമയത്ത് അവിശ്വാസികളായ ആൾമാർ കൊടുക്കുക. അവളുടെ കൂടെ ഞാൻ ഒരു ഉദ്ഹിയത്ത് മൃഗം എന്റെ ഈ രായത്തിൽ അർത്ഥാണ്ടെങ്കിൽ അതിലെ നിർബന്ധമായ ഓതി ഉണ്ടല്ലേ കുറച്ച് പാവത്തൻ കൊടുക്കണമായത് അത് ഇതേ ആയത്തിൽ കൊടുക്കണോ. അതിലെ കൂടെ ഉദ്ഹിയത്ത് മൃഗം അറുത്തിട്ട് ഇതിലെല്ലാം പുറത്തു പോയിട്ട് വേറെ രായത്തിൽ വിതരണാക്കാവുള്ള കട്ടായമായ അംശത്തെ ഇതേ രായത്തിൽ വിതരണാക്കണം. ബാക്കി വേണമെങ്കിൽ വേറെ രായത്ത് കൊടുക്കുക. ഇത് സുന്നത്തര വിഷയ. കട്ടായ വാജിബായ ഉദ്ഹിയത്ത് നേർച്ചയാക്കി തൊക്കുണ്ടായി ഇതേ രായത്ത് എത്തുസെറ്റ് അതിലെ വിതരണാക്കണം. അതുപോലെ സഹോദരന്മാരെ നല്ല മൃഗാവണം. ഒരു അയിബും ഒരു കുറത്തെയും അതിലേക്ക് തീറ നൗബിസായത്, കാതുകെട്ടായത്, കണ്ണ് തീരെ കാണാത്തത്, പല്ലൊന്നും ഇല്ലാത്തത്, ഇങ്ങനത്തെ ന്യൂനത ഉള്ളക്കത്തെ ഒരു മൃഗങ്ങളും ഈ ഉദ്ഹിയത്തിലാവില്ല. അതുപോലെ കൊമ്പില്ലാത്ത മൃഗം അത് പറ്റും. കൊമ്പുള്ളതായെന്നല്ലേ കൊമ്പില്ലാത്തവരും ആട് കിട്ടിയിട്ടും പേരിക്കാം ഉദ്ഹിയത്തർക്കം ആർക്കാം. ഗർഭിണിയായ ആടിനെ ഉദ്ഹിയത്തർക്കം ആവില്ല, അത് മെയ്യാവില്ല. അപ്പൊ ഇങ്ങനെയാണ് ഉദ്ഹിയത്തിൽ ശ്രദ്ധിക്കണായത്. അതുപോലെ സഹോദരന്മാരെ, പിന്നൊരാളെ തൊട്ട് ഉദ്ഹിയത്തർക്കണേ. പിന്നൊരാളെ തൊട്ട് ചെന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഉദ്ഹിയത്തർക്കാവില്ല, നിങ്ങളെ തൊട്ട് നാണർക്കണേ. അല്ലെ നല്ല ഉമ്മടത് നാണർക്കണേ, പൈസ നല്ലത് അങ്ങനെ ഒട്ടറാശ പോയിട്ട് ഇറക്കാവില്ല. അയിമയുടെ സമ്മതം കേൾക്കണോ. അയിമയുടെ സമ്മതം കേട്ടിട്ട് അയിമ സമ്മതം തന്നിൽ പിന്നെ അയിമയുടെ തൊട്ട് നിന്റെ പൈസത്തിൽ എന്താക്കാം നക്ക് അറക്കുകാവുള്ളൂ. കിടാവിടെ തൊട്ട് അറക്കിടുണ്ടായി ഓക്കെ, നിന്റെ പൈസത്തിലേ ഞാൻ കിടാവിടെ തൊട്ട് അറക്കണോ. അങ്ങനെയാണ് ഈ ഉദ്ഹിയത്ര മസൽ. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുന്നൊരാൾക്ക് എടുത്ത് മയ്യത്തര തൊട്ട് അറക്കുകാവളാണ്. ഉമ്മ മരിച്ചിന് അവ അർത്ഥമാണ് കേട്ടെങ്കിൽ അവളുടെ ഉദ്ഹിയത്ത് അറക്കണമെങ്കിൽ ആ മയ്യത്ത് വസിയത്താക്കിയിട്ട് വേണം. ആ മയ്യത്ത് ചെല്ലണോ നിന്റെ തൊട്ട് നിങ്ങൾ ഉദ്ഹിയത്ത് അറക്കറോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് എല്ലാ വർഷവും ഉദ്ഹിയത്ത് അർത്തോണ്ടിത്തോള ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നിന്റെ തൊട്ട് എല്ലാ വർഷവും നീ ഉദ്ഹിയത്ത് അർക്കണോ. അത് വസിയത്താണ്. അങ്ങനെ വസിയത്തിനെങ്കിൽ മരിച്ചങ്ങളെ തൊട്ട് എന്താക്കോ ഉദ്ഹിയത്ത് അർക്കോ അല്ലെങ്കിൽ ആവില്ല. അതേസമയം നിന്റെ ബാപ്പ മരിച്ചില്ല ഉമ്മ മരിച്ചില്ല ഉദ്ഹിയത്ത് അർക്കില്ല അർത്തിട്ടില്ല എങ്കിൽ എന്താക്കാം നാനൊരു ഉദ്ഹിയത്ത് ഇപ്പൊ അർത്ഥല്ലേ, അതിലൊരു പ്രതിഫലം നത്തി കിട്ടല്ലേ അള്ളാഹുടൊട്ടിയത് ഓർക്കാം. ഇതുപോലത്തെ പ്രതിഫലം നിന്റെ അപ്പവും കബറിൽ കിടന്ന അപ്പക്ക് നീ കൊടുക്കണോ, ഉമ്മവും കൊടുക്കണോ. കാരണം കൊടുക്കണമെന്ന് അള്ളാഹു അല്ലേ. ആരും ബേജാറായി പോകണമെന്നില്ല. ഈ ആട്ടിൽ ഫുള്ള് നക്ക് കിട്ടണോ, തീന്നു പോവാ ഒരിക്കലും തീന്നു കൊണ്ടില്ല. നിങ്ങൾ 1 കോടി ആൾമാർക്ക് ഇതിന് പ്രതിഫലം കൊടുക്കണോണ്ട് അള്ളാഹുടൊട്ടിക ചെന്നെങ്കിൽ നക്കെത്ര കിട്ടുക അത്രമേ അങ്ക് കൊടുക്കൂ. ഖജനാവുൽ നിറഞ്ഞിരിക്കുന്ന ആളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാർ അത് കൊടുക്കുക. പിന്നെ അർക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണോ. എന്തിനെ ഇനിയിപ്പ നീയത്ത് അർക്കൽ ഇപ്പൊ നക്ക് തീർന്നുണ്ടായി പെണ്ണിങ്ങ ബേരങ്ങൾ ഏൽപ്പിക്കലാണ് നല്ലത്. ഞാനിപ്പോ നക്ക് തീർ അർക്കൂ കറക്റ്റ് എങ്കിൽ ഞാനേ അർക്കാം. അവനവനെ അർക്കലാണ് നല്ലത്. അങ്ങനെ അർക്കുമ്പോ അവനവനെ നീയത്ത് വെക്കടേ, അവനെ നീയത്ത് വെച്ചിട്ട് അവനെ അർക്കടേ. എങ്ങനെ അങ്ങനെ അർക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യം അല്ലാഹു അക്ബർ 3 വട്ടം ചെല്ലണം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലണം. പിന്നെ 3 വട്ടം തക്ബീർ അവനെ അർക്ക. അതല്ലേ നല്ലത്. വർഷത്തിൽ കിട്ടുന്ന ചാൻസ് നന്റെ ഉദ്ഹിയത്ത് മൃഗം നാനേ ശരിക്കും എന്താക്കാം അർക്കാം. അപ്പൊ ഫസ്റ്റ് അല്ലാഹു അക്ബർ 3 വട്ടം ചെല്ലെ, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ല, പിന്നെ 3 വട്ടം അല്ലാഹു അക്ബർ ചെല്ല. 6 തക്ബീറാണ്. പിന്നെ എന്താ ചെല്ലാ ചെന്നി അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക. അത് പിന്നെ ദുആ. ഇത് നന്റെ മുട്ടത്തെ നിക്ക് ഞാൻ തന്നോണ്ടുള്ള ഫതഖബ്ബൽ മിന്നി, നന്റെ മുട്ടത്തെ നീ സ്വീകരിക്കണോ. എന്നിട്ട് സ്വലാത്ത് ചെല്ല, സലാം ചെല്ല, നിയത്ത് വെക്ക. ഇത് നന്റെ ഉദ്ഹിയത്ത് മൃഗം ഉദ്ഹിയത്തിന് ഞാൻ അർത്ഥമുണ്ടുള്ള ചെന്നിട്ട് നിയത്ത് വെച്ചിട്ട് അറക്കാം. അവനെ അറക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഉദ്ഹിയത്തിലൂടെ നിയത്ത് വെക്കണേ. അതേ സമയത്ത് ഉദ്ഹിയത്തിലൂടെ എങ്ങനെ ഉണ്ടും ചെന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ അർക്കട അരമ്പേരിക്കാം എങ്കിൽ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ച ഉദ്ഹിയത്ത് അർക്കവും നന്റെ ഉദ്ഹിയത്ത് നിങ്ങൾ അർക്കവും ചെന്നിട്ട് ഏൽപ്പിച്ച
അവിടെ അർക്കടയുടെ രണ്ട് രൂപമുണ്ട്. ഒന്ന് അർക്കൃത് ഏൽപ്പിക്കണേ, അർക്കുക അയാൾ നീയത്ത് വെക്കണ ആര് നീയത്ത് വെക്കടാവുന്നാണ് ആ ജാഗിൽ നീണ്ടിട്ട് പോയിട്ട് നാനേ നീയത്ത് വെക്കണേ. അപ്പൊ നീയത്ത് വെക്കണമെന്നാണ് അർക്കട അയാൾ. എങ്കിൽ അയാൾ അർക്കുമ്പോ അതേ ജാഗിൽ പോയിട്ട് അതിനെ കാണൽ സുന്നത്താണ് നക്കൊന്നു. രണ്ടാമത് നല്ല പുറക്കാരെ എതിർൽ അർക്കുകയാണ് ഏറ്റവും സുന്നത്ത്. നല്ല രൂപം അതിന് അധപതാണ്. പിന്നെ അർക്കുമ്പോൾ ശ്രദ്ധിക്കണായത് പലപ്പോഴും അവിടെ എന്തിരെ ഒരു മൃഗത്തെ വന്നാൽ പിന്നെ ഒരു മൃഗത്തെ അർക്കോ തീരാണ്ട് അതവുണ്ട്. അത് നിയമമാണ്. അർത്ഥം അറിവ് സഹിയാവില്ല, അത് വേറെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല കാരുണ്യത്തെ ആള് നോക്കൂ. ഹജ്ജത്തുൽ വദാ 100 ഒറ്റ അർത്ഥരമുള്ള ഇത് ചൊന്നേക്കത്തെ നേതാവ് നമ്മൾ വിചാരിക്കും 100 ഒറ്റ അർത്ഥരല്ലേ, ഒന്നിനെ മൂന്നര പിന്നെ അർത്ഥരായിട്ടിക്കോളും. അങ്ങനെ അർത്ഥത്തിൽ ഇനി അവൻ ചെല്ലുക. അത്രയും ശ്രദ്ധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥു ഹജ്ജത്തുൽ വദാ സ്വന്തം കൈ. എന്നിട്ട് അലി ഇബ്നു അബീ താലിബ് ചൊന്ന് ബാക്കി 37 അലി റളിയല്ലാഹു അൻഹു അർത്ഥം. അപ്പൊ ഒരു മൃഗത്തെ അറക്കുമ്പോ പിന്നൊരു മൃഗം ഈ അർക്കരുത് കാണുക തീറ, അതൊക്കെ ബുദ്ധിമുട്ടാവുക തീറ. അത് അർത്ത് തിന്നുകയെ അള്ളാഹു നമുക്ക് തന്നേ. പക്ഷെ അർക്കയുടെ സമയത്ത് വരെ കരുണ കാട്ടണോ. കയ്യിൽ പിന്നെ ആ മൃഗത്തെ പാൽ കറക്കുമ്പോ കയ്യിൽ ഉറിക്കോ തീരാണ്ട് വെടിപാട്ടിത്തല്ല. ഇതെന്തേ ഇത് കരുണയാണ് ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അർക്കടൻ മൃഗത്തെ മുന്നരേ അതിലെ ചാക്കിങ്ങനെ കൂട്ടുക തീറ. അത്രയും കാരുണ്യം വെടിപാട്ടിക്കത്തെ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കാര്യമായിട്ടുള്ള വക്കീലാക്കടൻ മസലയാണ്. ഇപ്പൊ നക്ക് അർക്കുക ആവില്ല, ഞാൻ എന്താക്കിയ നിങ്ങളെ ഏൽപ്പിച്ച. അങ്ങനെ ഏൽപ്പിക്കുമ്പോ അർക്കൃതി ഏൽപ്പിക്കാവുന്നു. രണ്ടാമത് നീയത്തും നിങ്ങൾക്ക് ഏൽപ്പിക്കാം. എന്റെ നീയത്ത് നീനെ വെച്ചിരുന്നു ചൊന്നു. അപ്പൊ ഇന്നാലിന്നാളെ ഉളുഹിയത്ത് ഞാനിത് അർത്ഥമുണ്ടുള്ള ചൊന്നിട്ട് നീയത്ത് വെക്കാം. ഇനി നീയത്ത് വെച്ചാൽ പിന്നെ മൂന്നാമത്തെ ഒരു സ്വരമുണ്ട്, ഇറച്ചാക്കിയിട്ട് അതിനെ വിതരണാക്കണം. എനിക്കത്തെ സ്വരം വിതരണ ആക്കവും ഒന്ന് നാനേ വിതരണാക്കണോ, അല്ലെങ്കിൽ വിതരണ ആക്കുക അയാളെ ഏൽപ്പിക്കണോ. ഏൽപ്പിക്കുമ്പോ എങ്ങനെയാന്ന് ചൊന്നെങ്കിൽ ഒരു ആൾമാർ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഒരു സംഘടനയുടെ ആൾമാരുള്ള സംഘടനയ്ക്ക് ഞാൻ ഏൽപ്പിക്കുക. SYS ഞാൻ ഏൽപ്പിച്ച ഞങ്ങൾ ഏൽപ്പിക്കലില്ല. ഏൽപ്പിക്കുമ്പോൾ ഒരു മൊയ്യനായ നിശ്ചിത ആൾക്ക് ഏൽപ്പിക്കണോ. ഈ SYS പെട്ട ആളാണ് അയാൾ. ഉദാഹരണം ഞാൻ ചൊന്നെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിക്കപ്പെടുന്ന ആള് വക്കീൽ നിശ്ചിത ആളാവണോ. അപ്പൊ അയാളൊട്ടിಗೆ ഞാൻ ചൊന്നെ നന്റെ നിങ്ങൾ അർക്കോളൂ. ഒന്നും നന്റെ നീയത്ത് നിങ്ങൾ വെക്കോളൂ, അല്ലെ ഞാൻ വെക്കണേ. പിന്നെ അർത്തിട്ട് അതിനെ ഇറച്ചാക്കിയിട്ട് വിതരണ ആക്കണോ നിങ്ങൾ. അപ്പൊ അയാൾ വിതരണ ആക്കണോ തീരെ അയാൾ പേറ്റെടുക്കണേ. ഇനി അയാൾ എന്താക്കണേ ചൊന്നെ അയാൾ വിതരണ ആക്കല, അയാൾ പിന്നൊരുത്തരെ പോയിട്ട് ഏൽപ്പിക്കണേ. അതവിടെ അയാൾ എങ്ങനെ പിന്നൊരാളെ ഏൽപ്പിക്കണേ. നാണല്ലേ ഇപ്പൊ മോക്കിയിൽ ഏൽപ്പിച്ച ആള് നാണല്ലേ. നന്റെ സമ്മതമില്ലാണ്ട് അയാൾക്ക് പിന്നൊരാളെ ഏൽപ്പിക്കാവില്ല. അഥവാ അയാൾക്ക് ആവതാവിടെത്ത ഒരു വിഷയത്തെ ഇയാളെ സമ്മതമില്ലാണ്ട് അയാൾക്ക് പിന്നൊരാളെ ഇങ്ങനെ ആളുടെ മേൽ ആളാവില്ല. എന്തേ ഇത് ഉഹിയത്തിന് ചൊന്നെ അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. നന്റെ ഇറച്ചി ഒട്രാസി ആവത്തില്ല, അത് അർഹരായ ആൾമാർക്കേ എത്തണോ, ഇത് നിർബന്ധമായ വിഷയമാണ്. ഇനി ഞങ്ങൾ ഉറപ്പൊക്കെ ഏൽപ്പിക്കാൻ ടൈം ഒന്നും ഞാൻ ചെന്ന് കുറെ ആൾമാർ കൂടിയിട്ട് അർത്ഥാരം വിചാരിക്കാം. അപ്പൊ നന്റെ ആട് നിങ്ങളാട് അയാളാട് എല്ലാവരും ഇറച്ചി മിക്സ് ആക്കിയിട്ടാകുമ്പോ ഞാൻ എന്താക്കാം നന്റെ ഒത്തുകൊള്ളത് എടുത്തു പോയിട്ടാകുമ്പോ നന്റെ ഉദുഹിയത്തിൽ നിന്ന് കട്ടായ ഒരു അംശ പാവത്തവണ് എത്തണോ, എത്തിയില്ലെങ്കിൽ അത് ഉദുഹിയത്താവില്ലേ. അപ്പൊ ഇത് ഇത്രയും മിക്സ് ആയിട്ട് ഇതിൽ നല്ലത് പാവത്തവണ് എത്തിയില്ല ആറ് കൊത്തു. അവിടെ ഞാൻ സൂക്ഷ്മതക്ക് ചെന്നിട്ടില്ല. ഞാൻ എന്താക്കും 2 kg എടുത്ത പോകണം, എന്റെ ഒരു 4 kg എടുത്ത പോകാം ഞാൻ. എന്നിട്ടൊരു 2 kg പാവത്തങ്ങളെ തേടി പിടിച്ചിട്ട് നാനേ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടാകുമ്പോ ഉദുഹിയത്ര ആ ഒരു കരാറിൽ ഞാൻ 10 വന്ന പോലെ. അപ്പൊ ഇതെല്ലാം വലിയ ശ്രദ്ധിക്കുള്ള വിഷയമാണ്. ഉദുഹിയത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ കൊടുക്കുക. ഏതുവരെ ചൊന്നെങ്കിൽ നേർച്ചയാക്കിയെങ്കിൽ ഉദുഹിയത്തെല്ലാം ഉണ്ടല്ലേ, അതിന്റെ ഇറച്ചി ഒരാൾ കൊടുത്തില്ല, അത് അവൻ കൊടുത്തേ ഇല്ല. പെരുന്നാളിന് എണ്ണും കൊടുത്തില്ല, വിജ്ഞാനം കൊടുത്തില്ല, അങ്ങനെ ഫസാദായി പോയിത്തിന് പേരിക്കാം നേർച്ചയാക്കിയത്. എങ്കിൽ അതിക്ക് പകരം വേറെ വില പൈസ കൊടുത്ത് ഇറച്ചി എടുത്തിട്ട് കൊടുക്കണോണ്ട് ഒരേ നിയമം. അത്രയും ജാഗ്രതയാണ്. കാരണം ഇത് വലിയൊരു ഇബാദത്താണ്, സുന്നത്ത് മുഅക്കദാണ്, നേർച്ചയാക്കിയെന്ന് നിർബന്ധമാവും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കൊണ്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തല്. അല്ലാഹു